Hi guys, ഡെയിലി യൂട്യൂബ് ടോപ്പ് 10 റിവ്യൂയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ ഐ എക്സ്ട്രീംലി സോറി ഗൈസ്. കാരണം ഒരു വ്യക്തിയോട് നമ്മൾ എന്നും അർപ്പണബോധത്തോടെ സംസാരിക്കണമെന്നാണ്. പക്ഷേ സമൂഹത്തിൽ നടക്കുന്ന മീഡിയയിലെ വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് അതിൻ്റെ കാഴ്ചപ്പാടുകളിലൂടെ സഞ്ചരിക്കുന്ന നമ്മുടെ ഈ രാജ്യത്ത് നമ്മൾ ഒരു കാര്യത്തെ വിശ്വസിച്ചു പോയാൽ അതാണ് സത്യമെന്ന് തിരിച്ചറിയാൻ കഴിയാതെ നമ്മൾ ഉത്കണ്ഠയിൽ നിൽക്കുന്ന, അതാണ് സത്യമെന്ന് നമ്മൾക്ക് തോന്നിപ്പോകുന്ന അത്തരത്തിൽ മാറ്റേഴ്സായിരുന്നു തൊപ്പി എന്ന് പറയുന്ന, അതായത് നിഹാദിൻ്റെ കേസിൽ നമുക്കൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സംശയാസ്പദമായ തൊപ്പി രാസലീല എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിൽ പ്രതിയാണോ, അതിൽപ്പെട്ട വ്യക്തിയാണോ? തൊപ്പിക്ക് പോലും അതറിയില്ല എന്നാണ്, തൊപ്പി നിരപരാധിയാണെന്നാണ് ഖാദർഭായ് എന്ന് പറയുന്നവരുടെ യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്ന. ഇന്നലെയാണ് ഞാൻ ആ റിപ്പോർട്ടുകൾ ഞാൻ ഇന്ന് ഇടാമെന്ന് കരുതുന്നത്. അത് നമ്മൾ തെറ്റായ വാർത്തകൾ നമ്മളല്ല കൊടുത്തത്, മീഡിയ, യൂട്യൂബറുകൾ എല്ലാവരെയും കണ്ടുകൊണ്ടാണ് നമ്മൾ യൂട്യൂബിൽ ഒരു കണ്ടന്റ് ഇടുന്നത്. പക്ഷേ എക്സ്ട്രീംലി സോറി എന്നല്ലാതെ ഗൈസ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിലുള്ള നെഗറ്റീവ് കോണ്ടന്റ് ഒരിക്കലും പബ്ലിഷ് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. സ്വന്തം ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഈ രാജ്യത്ത്, ജനാധിപത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് സംരക്ഷിക്കുന്ന ഈ രാജ്യത്ത്, സമൂഹമണ്ണ് പിടിച്ചു നിൽക്കാൻ പോലും കഴിയാത്ത നമ്മുടെ ഈ രാജ്യത്ത് ഇതുപോലുള്ള സംഭവങ്ങൾ നടന്ന MDMA ആണ് ഈ കേസുമായി മുന്നോട്ട് വന്നിരുന്നത്. മാതൃഭൂമി ന്യൂസ് കൊണ്ട് നമുക്ക് അതിൽ നിന്ന് കേൾക്കാൻ പറ്റിയത്, MDM കേസ് ജാമ്യാപേക്ഷയുമായി തൊപ്പിയും സുഹൃത്തുക്കളുമായ 3 യുവതികളും റിപ്പോർട്ട് തേടി കോടതി എന്നാണ്. അവർ മുൻകൂർ ജാമ്യം കൂടി അപേക്ഷിച്ചിരുന്നു. എന്തിനു വേണ്ടിയാണ് ഇവർ ഇത് ജാമ്യാപേക്ഷ ചെയ്തത്? കേസിൽ പ്രതിയല്ലെങ്കിൽ ജാമ്യാപേക്ഷ കൊടുക്കേണ്ട കാര്യമില്ല. കൊച്ചി താമസ സ്ഥലത്ത് നിന്നും രാസലഹരി പിടിച്ചെടുത്ത സംഭവത്തിൽ യൂട്യൂബർ തൊപ്പി എന്ന നിഹാദിനെയും സുഹൃത്തുക്കളുടെയും ജാമ്യാപേക്ഷയിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതി റിപ്പോർട്ട് തേടി. ഡിസംബർ 4-ാം തീയതികളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം പാലാരിവട്ടം പോലീസിനോട് കോടതി നിർദ്ദേശിച്ചു എന്ന് മാത്രമേ അതിൽ പറഞ്ഞിട്ടുള്ളൂ. രാസലഹരി പിടിച്ചെടുത്ത സംഭവത്തിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെ തൊപ്പിയും സുഹൃത്തുക്കളും ഒളിവിൽ പോയിരുന്നു. നിഹാദിനൊപ്പം സുഹൃത്തുക്കളായ 3 യുവതികളും മുൻകൂർ ജാമ്യം തേടി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്നാണ്. ഹാജരാക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു തൊപ്പിക്കെതിരെ കണ്ണൂരിൽ കേസ് വന്നു. കണ്ണൂരുകാരനാണ് തൊപ്പി, അപ്പോൾ കണ്ണൂരാണല്ലോ കേസ് വരാൻ സാധ്യത. പക്ഷെ അതൊരു കേസ് പ്രതിയൊന്നുമല്ല. കഴിഞ്ഞ ദിവസമാണ് നിഹാദിന്റെ തമ്മനത്തെ താമസ സ്ഥലത്ത് നിന്നും രാസലഹരി MDA പിടികൂടിയത്. ഇതിനു പിന്നാലെ നിഹാദിനെതിരെ പാലാരിവട്ടം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷേ നിഹാദിനെയും ഇയാളുടെ 3 സുഹൃത്തുക്കളെയും പ്രതിയാക്കിയാണ് പോലീസ് കേസെടുക്കുന്നത്. ഇതോടെ നിഹാദും സുഹൃത്തുക്കളും ഒളിയിൽ പോവുകയായിരുന്നു. ആ ഒരു ഭയത്താൽ, പേടിപരമായ കാര്യത്താൽ നിഹാദും തൊപ്പി കാരണം നിരന്തരം ഫോൺ വിളി, അശ്ലീല സംഭാഷണം SP-ക്ക് പരാതി നൽകി കണ്ണൂർ സ്വദേശി. ആരാണ് ഈ കണ്ണൂർ സ്വദേശി? ഈ പരാതിപ്പെട്ടതെന്നറിയില്ല. പക്ഷേ വളരെ മോശകരമായ MDM കേസ് ജാമ്യാപേക്ഷക്ക് വേണ്ടി അതിന് കേസ് എടുക്കാനുള്ള ഒരു സെർച്ച് മാത്രമല്ലേ നടക്കുന്നുള്ളൂ. അത് അങ്ങനെ MDM-ന് സംശയാസ്പദമായ ഒരു സന്ദർഭത്തിൽ ഒരു കേസ് റിലേറ്റഡായ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് നേരിട്ടാവാമല്ലോ. സത്യസന്ധമായ ഒരു നിരീക്ഷകന് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ
ഒരു പോലീസ് ഓഫീസർ നീതി പാലിക്കേണ്ടിയിരിക്കുന്നു. ഒരു സത്യസന്ധമായ നീക്കുപോക്കുകൾ ചെയ്യേണ്ടിയിരിക്കുന്നു. തൊപ്പിയെന്ന ആ പാവം ചെറുപ്പക്കാരൻ്റെ തലയിലേക്ക് കേസ് ഇടുന്നതിൻ്റെ യാഥാർത്ഥ്യത്തെ നമുക്ക് മനസ്സിലായില്ല. തൊപ്പി അത്രക്കും മോശപ്പെട്ടവനാണോ എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാതെ നമുക്ക് വാർത്താമാധ്യമത്തിൽ കുടുങ്ങിപ്പോയി ഗൈസ് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. കാരണം ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഷെയ്ഡുമുള്ള കോണ്ടൻറ്റുകളും യൂട്യൂബുകളിലൂടെ പോകുന്നു എന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ്. ഇതിൽ നമ്മളും കുറ്റക്കാരല്ല എന്നൊന്നും നമ്മൾ ജനങ്ങളോട് പറയുന്നില്ല. കാരണം സമൂഹത്ത് പല രീതിയിൽ കോണ്ടൻറ്റുകളുണ്ട്. സത്യമല്ലാതെയുണ്ട്, ഉള്ള സത്യങ്ങളുമുണ്ട്. ഇതിൽ രണ്ടിലും പിടിച്ചു കയറി അപ്പോൾ ഖാദർഭായിയുടെ നമുക്ക് ആ മാറ്റേഴ്സ് തൊപ്പി ഈ ഒരു കേസിൽ പ്രതിയാണോ എന്നതിനെക്കുറിച്ച് നമുക്ക് ഖാദർഭായി പറയുന്ന കാര്യത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. എന്റെ പൊന്നു തൊപ്പി എന്ത് മണ്ടത്തരമാണ് കാണിച്ചത്. കാരണം ഈ പറയുന്ന തൊപ്പിയോട് എനിക്ക് പല കാര്യങ്ങളിൽ വിയോജിപ്പുണ്ട്. കാരണം കുറെ കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഈ കേസിൽ അയാൾ പ്രതിയല്ല എന്നാണ് ക്ലിയർ റിപ്പോർട്ട്. ഞാൻ വെറുതെ പറയുന്നതൊന്നുമല്ല, വളരെ ക്ലിയർ ആയിട്ട് പാലാരിവട്ടം പോലീസ് CI എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മണ്ടനായി പോയി എന്നല്ലാതെ വേറൊന്നും പറയാൻ. കാരണം ഇവരുമായി ബന്ധപ്പെട്ട ഏതോ ഒരാളെ ഇതിൽ ലിങ്ക് ചെയ്ത് പ്രതിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമിക ഘട്ടത്തിൽ കിട്ടിയ റിപ്പോർട്ട്. FIR-ൽ ഇവന്റെ പേരില്ല, FIR-ൽ ഇവൻ പ്രതിയല്ല, കോടതിയിൽ പോലീസ് പരാതിപ്പെടാത്ത ഒരു കേസായി ഇവൻ പ്രതിയല്ല. ഈ ഒരു കണ്ടന്റ് നമ്മളെ കാര്യത്തിൽ വളരെ മോശകരമായി പോയി എന്ന് തന്നെ പറയാം. കാരണം വേണമെങ്കിൽ പോലീസിന് മുൻകൂർ ജാമ്യത്തിൽ വേണമെങ്കിൽ കണക്കൊക്കെ ചെയ്ത് കൊടുക്കാമായിരുന്നു. പക്ഷെ പോലീസ് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് തൊപ്പി ഈ കേസിൽ പ്രതിയല്ല എന്നുള്ളതാണ്. അത് തൊപ്പി ഇങ്ങനെ ഒരു കേസിൽ ഇല്ല എന്നാണ് CI പറഞ്ഞത്. CI-നോട് ഞാൻ സംസാരിച്ചൊരു ഓഡിയോ ക്ലിപ്പ് ഉണ്ട്, അതൊന്ന് കേൾപ്പിച്ചത്. CIയുടെ ഓഡിയോ ക്ലിപ്പാണ്. അത് നമ്മൾ SI അന്വേഷിക്കുന്ന ഒരു കേസാണ്. അതിനകത്ത് അവരുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആളുകൾ നമ്മൾ ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചു. വിളിച്ചപ്പോഴത്തെ ഷാവുമാരെ മുൻകൂർ ജാമ്യത്തിനായിട്ട് പോയി. അതിനകത്ത് തൊപ്പി ഇതുവരെ കണക്റ്റഡായിട്ട് വന്നിട്ടില്ല. ആ കേസിൽ തൊപ്പി പ്രതി അല്ല അല്ലെ? അല്ല, സത്യത്തിൽ ഈ പറയുന്ന ആള് മണ്ടത്തരാണ് കാണിച്ചത്. അത് മണ്ടത്തരമാണ് കാണിച്ചത്. നമ്മൾ ഇനി കൂടുതലായിട്ട് നോക്കുന്നുണ്ട്. തൊപ്പിയും വാലന്റെ തൊപ്പിയും പേടിച്ചുകൊണ്ട് ഒളിവിൽ പോയി. തൊപ്പി മണ്ടത്തരമാണ് കാണിച്ചത്. അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്താണെന്ന് തിരക്കി അതെന്താണെന്ന് ഒളിവിൽ പോയിട്ടൊന്നും കാര്യമില്ലല്ലോ. പരാതി ഇല്ല. കാരണം FIR-ൽ പോലും പ്രതിയല്ല. ഇങ്ങനൊരു FIR നിലവിലുണ്ടല്ലോ ഈ ഇതില്. ഒരു FIR നിലവിലുണ്ട്. അല്ല, ഇയാളുടെ സുഹൃത്തുക്കൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? സുഹൃത്തുക്കളുടെ ഇതിനകത്തൊരു പരിചയക്കാരനെ നമ്മള് ഈ കേസിലേക്ക് നമ്മൾ കത്തി വെച്ചായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അവർ ഇതിനായിട്ട് പോയതാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് വരുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ജാമ്യാപേക്ഷയുടെ റിപ്പോർട്ട് കോടതി ചോദിക്കുമ്പോൾ അതിൽ ഇയാൾ പ്രതിയല്ല എന്ന് പറഞ്ഞിട്ട് നിലവിൽ പ്രതിയല്ലാന്നായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ശരി, താങ്ക് യു. അപ്പൊ എന്തായാലും കാര്യം പിടിയിട്ട് എന്റെ പൊന്നു വാർത്ത റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർ ചാനൽ എനിക്ക് അത് വാർത്ത ചെയ്ത റിപ്പോർട്ടർക്കും അബദ്ധം പറ്റിയിട്ടുണ്ട്. എക്സ്ട്രീമില് അവർക്ക് അത് അബദ്ധം പറ്റിയതാണെങ്കിൽ ആ അബദ്ധം പറ്റിയെന്ന് ബോധ്യപ്പെടുത്തണമായിരുന്നു ജനങ്ങൾ. പ്രേക്ഷകർ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. മീഡിയക്കും അതൊരു പങ്കുണ്ട്. ആ ഒരു മീഡിയയിൽ പബ്ലിഷ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ഒരു അന്വേഷണം നടത്തണമായിരുന്നു. അല്ലാതെ വലിയ എന്തോ നന്മ ചെയ്തിട്ടൊന്നും അല്ല തൊപ്പി അറിയപ്പെട്ടതെന്നുള്ള വ്യക്തമായ വിശ്വാസമുണ്ട്. പക്ഷെ നന്മ ചെയ്തതിന് വേണ്ടിയിട്ടല്ലല്ലോ, ഈ പ്രൊഫഷനായിട്ട് മാത്രം കൂട്ടിയാണ് കൊടുക്കുമ്പോൾ ഒന്നോ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെ CI ഒന്ന് വിളിച്ചിട്ട് അവരെ ഒന്ന് കാര്യം അന്വേഷിച്ചാൽ കാണിക്കണ്ടേ? എന്താണ് റിപ്പോർട്ട് ചെയ്ത വാർത്ത?
രാസലഹരി കേസിൽ യൂട്യൂബർ തൊപ്പി ഒളിവിൽ മുൻകൂർ ജാമ്യം തേടി തൊപ്പി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കേസിൽ ഉൾപ്പെട്ട മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട്. വിവരങ്ങൾ ശ്യാം ദേവരാജ് നൽകും. ശ്യാം, ഏറെ ഈ യൂട്യൂബിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് ഈ തൊപ്പി. എന്തായാലും തൊപ്പി കേസിൽ ഒളിവിലാണ് എന്നുള്ള വിവരം ലഭിക്കുന്നു. ഇതിലിപ്പോ മുൻകൂർ ജാമ്യം തേടുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ കേസ്, മറ്റു വിവരങ്ങൾ? കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പാലാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണിത്. തൊപ്പി ഇതിൽ പെട്ടവനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്തരത്തിലുള്ള ആൾക്കാരെ കാണുമ്പോൾ ചിലപ്പോ തോന്നും ചിലർക്ക്. പക്ഷേ രാസലീല എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിൽ തൊപ്പി ഉൾപ്പെടുമോ എന്ന് നമുക്ക് യാഥാർത്ഥ്യമാണ്. അളവിലുള്ളതാണ് ഈ രാസലഹരി. തൊപ്പിയുടെ ഡ്രൈവറായിട്ടുള്ള ജാബറിൽ നിന്നും ആണ് ഈ രാസലഹരി പിടികൂടിയതെന്നാണ് പോലീസ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പോലീസ് കേസെടുത്തത് അവരാണ് പ്രതിയാകാൻ സാധ്യത. ഇതിൽ പരാതി തൊപ്പി പെട്ടുപോകാൻ സാധ്യതയുണ്ട്. ഈ ഒരു കെണി നിഹാദിന്റെ സുഹൃത്തുക്കളാണ്. അതിന്റെ സുഹൃത്തുക്കളെന്നാണ്. നിഹാദ് തൊപ്പിയല്ല, നിഹാദിന്റെ സുഹൃത്ത്. തൊപ്പി ഇല്ല എന്ന് പറഞ്ഞ് വിരമിച്ചത്. തൊപ്പി ഉൾപ്പെടെ നിഹാദ് ഉൾപ്പെടെ മറ്റ് 4 പേരാണ്, മൊത്തം 4 പേരാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം തേടി യൂട്യൂബർക്കെതിരെയാവും കോടതിയെ സമീപിച്ചത്. ഇന്നാണ് ജാമ്യാപേക്ഷ നൽകിയത്. ജാമ്യാപേക്ഷ നാളെ ഈ കോടതി, എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുകയും ചെയ്യും. നിഹാദിന്റെ വീട്ടിൽ നിന്നാണ് പോലീസ് രാസലഹരി പിടികൂടിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം NDPS നിയമത്തിന്റെ 22B വകുപ്പ് അനുസരിച്ചാണ് പാലാരിവട്ടം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. ഇത് 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമാണ്. ഈ കേസ് സുഹൃത്തിനെ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ പോലീസ് കേസെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് നിഹാദ് എന്ന തൊപ്പി ഒളിവിൽ പോയത്. ഈ ഒളിവിൽ പോയതിന് പിന്നാലെയാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയും ചെയ്തത്. ഏതായാലും ഈ മുൻകൂർ റിപ്പോർട്ടറെ, കാരണം പലപ്പോഴും റിപ്പോർട്ടറിന്റെ വാർത്തകളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടീമും ഉണ്ട് കൂട്ടത്തിൽ, ഇല്ലാതെ പറയാം. പക്ഷെ എങ്കിൽ പോലും ഈ റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർ പാലാരിവട്ടം പോലീസുകാരെ വിളിച്ചായിരുന്നു. നമുക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഖാദർ കരിപ്പട്ടി എന്ന് പറയുന്ന വ്യക്തി ചെയ്തത് സത്യം തന്നെയാണ്, നല്ലതാണ്. അത്തരത്തിലൊരു കാര്യം സമൂഹത്തെ അറിയിക്കുന്നത് നല്ലതാണ്. സത്യമല്ലാത്തത് നമ്മളൊന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വിശ്വസിച്ച് പോകേണ്ടി വന്നു എന്ന ഒരു കാര്യമാണ് നമ്മൾ ഇതിൽ നിന്ന് നോട്ട് ചെയ്യേണ്ടത്. കാരണം മീഡിയ ആണ് ഇതിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. മീഡിയ വഴിയാണ് നമ്മൾ യൂട്യൂബർ അറിയുന്നു. യൂട്യൂബർ ഈ ഒരു ചർച്ചയിൽ പങ്കാളികളായി പോയി എന്ന തെറ്റ് കൂടി യൂട്യൂബർകാരുടെ മൊത്തം നെഞ്ചിലേക്ക് വരും. സമൂഹത്ത് ഉത്തരവാദിത്വ ബോധമുള്ള ഏതൊരു വ്യക്തിക്കും ഇങ്ങനെയൊക്കെ ഫേക്ക് ന്യൂസ് കാണുമ്പോൾ അവർ ആശ്രിതപ്രദരാകും. അവരുടെ മാനസികാവസ്ഥയും തെറ്റിപ്പോകും. ഒരു കോണ്ടന്റ് ഒരു മീഡിയ പുറത്തു വിടുമ്പോൾ അത് ബിസിനസ് പരമായിട്ടല്ലാതെ മറ്റു രീതിയിലും കൂടി അലിഗേഷൻസ് വരും എന്നതും കൂടി ആലോചിക്കണമായിരുന്നു. ഇതിപ്പോൾ റിപ്പോർട്ടർ ചാനലിന് മൊത്തത്തിൽ ഫേക്കായൊരു ഏറ്റവും വലിയ വാർത്ത അതിലേക്കൂടിയാണ് പുറത്തേക്ക് പോയത്. സമൂഹത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന ഒരു സത്യമായ ഒരു കാര്യത്തെ, സത്യമായ ഒരു ചാനൽ ഇല്ലാതാവൂ എന്നതാണ് പറയുന്നത്. മീഡിയ പബ്ലിസിറ്റി അത് കുറച്ച് കൂടുതലാണ് ഇപ്പോഴത്തെ മീഡിയക്ക്. അതുണ്ടായതുകൊണ്ട് തന്നെയായിരിക്കാം ഈ തരത്തിലുള്ള ഫേക്ക് വാർത്തകളിലൂടെയും ലോകം ചലിക്കുന്നത്. നമുക്ക് ഇതൊരു തെറ്റായിപ്പോയി എന്ന് തന്നെ പറയാം. സമൂഹത്ത് ഒരു ബാധ്യതയായി മാറുന്ന പോലുള്ള ഒരു ഇഷ്ടക്കേട് ഇങ്ങനെ തോന്നിപ്പോകും. ഞാനും സോറി പറയുന്നു. കാരണം നമ്മുടെ ഭാഗത്തും തെറ്റില്ല എന്ന് നമ്മൾ പറയുന്നില്ല. തെറ്റ് അക്സെപ്റ്റ് ചെയ്യുകയാണ്. അതാണ് മറ്റൊരു പോകും വഴി. ഇതിൽ തെറ്റ് അക്സെപ്റ്റ് ചെയ്യുക. കാരണം ഈ ഒരു കേസിൽ നമ്മളും ബാധ്യസ്ഥരല്ല. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിച്ചു എന്ന വാക്കുകളിൽ മാത്രം നമുക്കും എക്സ്ട്രീംലി സോറി എന്ന് മാത്രമേ പറയാൻ പറ്റൂ.
യൂട്യൂബുകാർക്ക് അവനവൻ്റെ വരുമാനമാണ്, അത് മാത്രം ആലോചിച്ച് ജീവിക്കുന്നവരാണ്. അവർക്ക് കിട്ടുന്ന ന്യൂസുകൾ കളക്ട് ചെയ്യുക, അതിനെക്കുറിച്ച് കോണ്ടന്റ് ചെയ്യുമ്പോൾ അത് നല്ലതാകണമെന്ന് ആഗ്രഹിച്ച് ഇടുന്ന ആൾക്കാരും. അപ്പോൾ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബൈ ഫോർ എവർ.